ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ കുളിച്ചു. ഇന്നല്ല, ഞാൻ എന്നും കുളിക്കും. പക്ഷേ മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഈ മുഖം നിറയെ സത്യസന്ധതയാണ്. ഇന്ന് ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിച്ചു. അപ്പൊ ഞാനും ചാച്ചനും കൂടെ ഒരിടം വരെ പോവാണ്. പോകുന്ന സ്ഥലം കുറച്ച് ആൾക്കാർക്ക് അറിയാം, ഇഹ ഡിസൈൻസ്. പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തില് ഒരാളുടെ കല്യാണം വരുവാണ്. അങ്ങനെ താളത്തില്ലടാ, പുഷ്പയാടാ, പുഷ്പരാജ്. ആളുടെ പേരും സാറ എന്ന്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ 2 സാറാമാരുണ്ട്. ശരിക്കും ഇത് ചാച്ചന്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പം ചാച്ചന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ മോളാണ് സാറ. അപ്പം ആളുടെ കല്യാണം നെക്സ്റ്റ് മന്ത് ആണ്. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവളുടെ കല്യാണത്തിന് വെയർ ചെയ്യാനുള്ള സാരി ഞങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ അത് അവക്കും അറിയത്തില്ല, വീട്ടുകാർക്കും അറിയത്തില്ല, എനിക്ക് ചാച്ചനും ഞങ്ങൾക്കറിയാം. എനിക്ക് ചാച്ചനും ഞങ്ങളുടെ ക്യാമറമാന് മാത്രമേ അറിയത്തുള്ളൂ നിലവിൽ ഇപ്പൊ. പിന്നെ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് പറയാം. എനിക്ക് ഈ സർപ്രൈസ് ഒന്നും എനിക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചേച്ചിക്കും അറിയാം. പിന്നെ കുറച്ച് ആൾക്കാർ കണ്ടു കാണും. ഞങ്ങൾ വല്യമ്മേനൊക്കെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ പോയത്. അപ്പം ചക്കീനെ ആ കൂട്ടത്തിൽ കണ്ടു കാണുമ്പോ ഞങ്ങളുടെ ചക്കിമ ഐപാഡ് വന്നു വെച്ചിട്ട് പോയി. സത്യത്തിൽ ചേച്ചി ഇതൊക്കെ കൊണ്ട് കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അവൾ ഇതില്ലാതെ നിൽക്കത്തില്ല. സോ ചക്കിമേ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ചക്കി. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞു ചക്കിയെ കാണാൻ ബേബി ഷാമിന്റെ ലുക്ക് ഉണ്ടെന്ന്. സീരിയസ്ലി ചക്കി ഭയങ്കര ക്യൂട്ടാട്ടോ. അപ്പൊ നമുക്ക് ഇഹയിൽ ചെന്നിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഓക്കെ ഗൈസ്. അപ്പൊ അവരവിടെ ചെന്നു. അവരാണ് ആദ്യം ചെന്നത്. അപ്പൊ ഞാൻ ഇഹയെ വിളിച്ച് പറഞ്ഞു അവരൊന്ന് നല്ലപോലെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇഹയിലെത്തി. വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു, ബാക്കിലാ പാർക്ക് ചെയ്ത്. ഇനി നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം. ഈ വ്ളോഗിൽ ഞാനൊരു വോയിസ് ഓവർ കൊടുത്ത് കുളവാക്കുന്നില്ല. അവിടെ നടന്നതൊക്കെ ലൈവായിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവരെല്ലാം സെലക്ട് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ്. എല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവിടെ ഇവിടെ. ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ ചക്കിയാണ് ആ ദൂരേന്ന് നടന്നു വരുന്നത്. വന്ന ഉടനെ തന്നെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ചങ്ങ് എടുത്തു. ടാബ് അവള് കാണാതെ വല്യമ്മ കൈയോടെ എടുത്ത് ബാഗിലും വെച്ചു. ടാബില് പഠിക്കാനുണ്ട്. ഹായ്, ഞാൻ ചോദിക്കുമായിരുന്നേ, പൊഴിഞ്ഞു പോയി എല്ലാരും അവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ പേരും സാറ എന്ന് തന്നെയാണ്. ഇവരൊന്നും സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. അതുകൊണ്ട് വ്ലോഗ് കണ്ട് പേടിച്ച് നിൽക്കുക. കൊടുക്കാം. ശരിക്കും ഇത് മൂന്നും നിനക്ക് ഇഷ്ടപ്പെട്ടെടുത്താണോ? ഇത് മൂന്നും മാറ്റി വെച്ചു. ഓക്കെ ഓക്കെ, കൊടുത്തോ. ഓക്കെ, എനിക്ക് അതാ ഇഷ്ടപ്പെട്ട. ഒരു വെറൈറ്റി ഉണ്ട്. നോർമലി കാണുന്ന വൈറ്റ് അല്ല. എനിക്കൊന്നും ഇച്ചിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലേ, ഇഷ്ടപ്പെട്ടിട്ടോ? മലിയാമൊക്കെ എടുത്തില്ലേടി? ഏതാ? ഓക്കെ, ആദ്യമേ നമുക്ക് നോക്കിയിട്ട് നല്ല പ്രായമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണുന്നെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്ത ആദ്യത്തെ സാരി. എന്റെ ചേച്ചിമാരാ. ഇനി ബ്ലോഗിലായി കമന്റ് ഇടല് കൊച്ചിനെ പിടിച്ച് കെട്ടിച്ചത്. നല്ല പ്രായമുണ്ട് കേട്ടോ. കാരണം ഇവള് കെട്ടിക്കഴിഞ്ഞാലേ ഇവക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. ഈ വ്ളോഗിനിടയിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് സ്കിന്നിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ ഫേസ് നോക്കി അത്ര ക്ലിയർ അല്ല. കാര്യം ഞാൻ പാൽപ്പേട കഴിച്ച് പിന്നെ എന്റെ സ്കിന്നിൽ കുരുവും പാടൊക്കെ വന്നു. ക്ലിയർ സ്കിൻ വേണമെങ്കിൽ പാൽപ്പേട, പാല്, മധുരം ഒക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. ചാച്ചന്റെ അമ്മയ്ക്ക് 3 സിബ്ലിങ്സ് ആണ്. അതിലെ ഏറ്റവും ഇളയ സിബ്ലിങ്സിന്റെ മോളുടെ കല്യാണമാണ്. ഇപ്പോൾ ഈ നടന്നു വരുന്നതാണ് ചിഞ്ചു ചേച്ചി, ചാച്ചന്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മോന്റെ വൈഫാണ്. ഈ ചേച്ചിയുടെ പിള്ളേരാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാസ് കളിച്ച് നടന്നത്. കേട്ടിട്ടില്ലേ കാരണവന്മാര് പറയുന്നത്? കുടുംബപരയുടെ അടിപൊളി പിള്ളേരതെ. ഇവനെ ഓർക്കുന്നുണ്ടോ? കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. ഇവനെ കൊണ്ടുപോയി വേറെ എവിടെ കൊണ്ടുപോയി. 3 സാരി ഉടുത്തു നോക്കിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഈ സാരി ആയിരുന്നു. അവക്കും ഇത് തന്നെ ഇഷ്ടപ്പെട്ടത്. കല്യാണത്തിന്റെ ചർച്ചിൽ ആദ്യം ഇട്ടുകൊണ്ട് വരുന്ന സാരിയാണ് ഞാനും ചാച്ചനും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. ഫുഡ് കാണിക്കല്ലേ? അതെ,
ശരിക്കും ഈ സാരി ഒരു വെറൈറ്റി ഉണ്ട്, കോമൺലി അത് യൂസ് ചെയ്യാത്ത, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാരി. സാറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണോ ഗ്രീൻ ആണോ? എനിക്ക് ഫേസിൽ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അതൊന്നും സ്റ്റിൽ ഇപ്പോഴും ആർക്കും അറിയത്തില്ല ഈ സാരിയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്ന്. ഞാനാണ് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ ഏതാണ് സെലക്ട് ചെയ്യുന്നത് താഴെ കൊണ്ട് റാപ്പ് ചെയ്യാനായിട്ട്. ഇതാണ് മന്ത്രോടിക്ക് എടുത്തത്. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ കുട്ടിപ്പട്ടാളങ്ങളെ കാണാൻ പോയി. അതിന്റെ പുറകെ ചാച്ചനും വരും. അവിടെ എന്താ കഴിച്ചത് രാവിലെ? ഇതോ വെച്ചെന്റെ എടുത്ത് ഞാൻ എടുത്തിട്ടില്ല, എടുത്ത് തരാം. ഗോൾഡൻ ഉണ്ട്, ക്രീം ഉണ്ട്, വൈറ്റും ഉണ്ട്, ഓണത്തിന് പറ്റിയ എല്ലാം ഉണ്ട്. നീ കല്യാണത്തിന് കൊടുക്കുന്ന ഡ്രസ്സ്? ഞാൻ കല്യാണ സാരി ഇല്ല, ഞാനേ ചുരിദാറാ. ഞാൻ സത്യം പറഞ്ഞ ടി വി കണ്ടില്ലേ, അവിടെ ചക്കി എപ്പോഴും ദുബായിലായതുകൊണ്ട് വല്ലപ്പോഴും വെക്കേഷനിൽ മാത്രമാണ് അവരെ കാണുന്നത്. അപ്പുവിന്റെ ഇച്ചുവിന്റെയും പപ്പ വെളിയിൽ നാട്ടിലാണ്. ചാച്ചന്റെ ഫേവറേറ്റ് കസിൻ ആണ്, ജിക്സൺ എന്നാണ് അച്ചാച്ചന്റെ പേര്. അച്ചാച്ചന്റെ അടുത്ത് എത്ര വേണേലും ചാച്ചൻ സംസാരിക്കും, അതുപോലെയാണ് ഇവന്മാരുടെ അടുത്തും. ഞാൻ മിക്കവാറും എൻഗേജ്മെന്റിന് നല്ല പിള്ളേരെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊന്ന് നിർത്താവോ? ഇത് നിർത്തി കാണിച്ചപ്പോ കാണിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രൈ ചെയ്ത മന്ത്രകോടി, അതിൽ ഈ മന്ത്രകോടിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞല്ലോ, ഊരിക്കോട്ടെ ഞാനത്. അല്ല, ഇത് കളർ ചെയ്ത് മൊത്തം ഡാമേജ് കണ്ടോ, ഒരുമാതിരി പേക്കൂത്തായി. അതൊന്ന് ചെന്ന് കഴിയുമ്പോഴേ, അല്ല ഒന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എന്റെ കണ്ണ് നേരെ അങ്ങോട്ട് പോകുന്നു. ഞാൻ അന്ന കല്യാണത്തിന് സാരി ആയത് വേണ്ട 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 വേണ്ട. ചാച്ച ഞാൻ സത്യം പറഞ്ഞാൽ അവരറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എസ്കേപ്പായി താഴെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു. എനിക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ്. മന്ത്രോടിയുടെ ട്രയലൂടെ കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. പക്ഷെ മറ്റേതാണല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. അതിന്റെ ചിരി നോക്കി നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോ കണ്ടായിരുന്നു. നീ എന്റെ കൂടെ ഫോട്ടോ എടുത്തായിരുന്നല്ലേ? അത് അത് അറിയിക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ പൊങ്ങച്ചി അല്ല കേട്ടോ, ഞാൻ എനിക്ക് ഇതുപോലെ പൊങ്ങുള്ള ഇരുത്തിക്ക ഫാമിലി കെട്ടുന്നതിന് മുന്നേ എന്നെ എന്തൊക്കെ പറഞ്ഞ. അയ്യോ ശരി തന്നെയാ. കൊറേ കാലമായി സരളെ കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ. ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ എന്ത് ചാച്ച ഐ ലവ് യു പറഞ്ഞപ്പോ തിരിച്ചു പറയാത്തന്നെ ദേഷ്യത്തിലാണ് ചാച്ച ശരിക്കും എന്നെ കല്യാണം കഴിച്ചത്. ഉടുപ്പിച്ചു തരാൻ പറയണം കേട്ടോ. അല്ല, ഇപ്പൊ കൊടുത്താ അറിയാലോ സാരി. ഇല്ലേ, എന്റെ കല്യാണത്തിന് ഞാനാ അത് മതിയല്ലോ ഉടുപ്പിക്കാൻ ഇഷ്ടം പോലെ വണ്ടിയും മണ്ണിപ്പിരിപ്പൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുപോവാം. അത് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇവക്ക് ചേരുന്നത് ആ കളർ, ആ കളർ അല്ലേ? ഇത് നമ്മുടെ ബ്രൈഡിന്റെ സിസ്റ്റർ ആണ് ലിയ മോള്. ഇവർക്ക് രണ്ടുപേർക്കും വണ്ണമില്ല, അതുകൊണ്ട് കുറച്ച് പാടാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാനായിട്ട്. നല്ല രസമുണ്ട്. ഇത് അങ്ങനെ ഗൈസ് 2 മണിക്കൂറത്തെ ട്രയലിങ്ങിന് ശേഷം മെയിൻ ആയിട്ടുള്ള സാരിയും മന്ത്രകോടിയും സെറ്റായി. ഇനി സാറയ്ക്ക് എൻഗേജ്മെന്റിന് വെയർ ചെയ്യാനുള്ള ലെഹങ്ക നോക്കാൻ മേളത്തെ സെക്ഷനിൽ നമ്മൾ വന്നതാണ്. ഒന്ന് വിളിക്കട്ടെ, ഇത് പറഞ്ഞേ ഫ്ലാഷ് ആയി. അപ്പൊ അല്ല, ഞങ്ങൾ വരുന്ന കാര്യമുള്ള ഫ്ലാഷ് ആയി. ആണോ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഇവന്റെ ഒരു ഡ്രസ് വേണം. ഇതാണോ? പിന്നെ എനിക്ക് ഷൂട്ടിന്
ഒരു ലെഹങ്ക model ഉണ്ട്. Okay. അപ്പൊ ആ സൈഡിൽ ഇതാണ് അടുത്തിന് കാണിച്ചത്. വേറെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഷൂട്ടിന് ഇട്ട ഗൗൺ. അന്ന് കണ്ടായിരുന്നോ? നീ എങ്ങനെ മറ്റേ പലാസോ ടൈപ്പ് ആണോ അതോ ലെഹങ്ക മോഡലാണോ? ഞാനും അതിന്റെ ഇടയ്ക്ക് എനിക്ക് അടുത്ത ആഴ്ചക്ക് ഷൂട്ടിനുള്ള ഡ്രസ്സസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഡ്രസ്സാണ് എൻഗേജ്മെന്റിന് എടുത്തത്. കാരണം ഒത്തിരി വലിയ ഫംഗ്ഷൻ അല്ല എൻഗേജ്മെന്റ്, ജസ്റ്റ് വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ അവളുടെ ബോഡി ടൈപ്പിനും അവളുടെ നീളത്തിനും ചേർന്ന ഒരു ഡ്രസ്സായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് കൈയില്ലാത്തതുകൊണ്ട് എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിന് എന്തിനാ വെറുതെ കൈ വരുന്നേ? ഈ ഡ്രസ്സിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതാ. ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെ ഞാൻ നോക്കിയോളാം ബാക്കി. അവൻ ഇടി പൊട്ടും. ഇതിന്റെ അടിയിലേ ഇതുണ്ടല്ലോ, നമ്മളെ ക്യാമറമാൻ മാത്രമല്ല, ക്യാമറമാൻ മാത്രമല്ല എന്റെ ഇടി ഇടിക്കും. അതാ നല്ല രസമുണ്ട്. അതിന് നല്ല രസമുണ്ട്. ഇതാകുമ്പോ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ ഹെവിയായിട്ട് ഒരു ഇയറിംഗ് മാത്രം കൊടുത്താൽ മതി. ബ്രോ എന്തോ ബ്രോ പറയുന്നത്? Guys, നമ്മള് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകുന്നു ഗൈസ്. അപ്പം എന്തൊക്കെ പരിപാടി അന്നമാണ് എന്റെ ഇവിടെ. അല്ല, നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടോ എല്ലാത്തിനും നമ്മള് ഫുഡ് കഴിച്ചാണ് തുടങ്ങാനും അവസാനിപ്പിക്കാനും. ഫുഡ് മുഖ്യം ബിഗിലേ അതാണ് നമ്മുടെ ഇതിനെ കാണാൻ ഭയങ്കര സൗന്ദര്യം. ദേഹത്ത് എണ്ണേറണമെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാർ? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഒരു ഉമ്മ ഇருக்கு. നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ. നിങ്ങള് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, ചാച്ചന്റെ കണ്ണിന്റെ അകത്തെ കളർ ഉണ്ടല്ലോ, നല്ല പട്ടിക്കണ്ണ. നോക്ക്, പട്ടിക്കണ്ണ നോക്ക്, പട്ടികളുടെ കണ്ണ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റ് പട്ടിയാണ് കേട്ടോ. അതെല്ലാം തിന്നാൻ കൊടുത്ത നന്ദിയാണ്. അതെ അതെ, ഇതുപോലെ കൊടുക്കുന്ന ആഹാരത്തിന് തിരിച്ച് നന്ദി കാണിക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ചാച്ചന്റെ അടുത്ത്. നീ എന്റെ ചക്കരയല്ലേ? അപ്പൊ നീ എന്റെ സിന്നാൻഡിയാണ്. അല്ല, ഞാൻ എന്റെ ശിണ്ടാടി. ഹായ് ബ്രോ. ഇതാ നമ്മുടെ ബ്രോ. ഓ, ക്യാമറ വന്നപ്പോഴത്തേനും ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അത് അത്ര നമ്മുടെ കുടുംബത്തിലൊരു സുന്ദരിയെ കാണിച്ചു തരാം. എന്തോ നമ്മുടെ കുടുംബത്തിലെ സുന്ദരിയാണിത്. നമ്മുടെ കുടുംബത്തിലെ മെയിൻ ചിഞ്ചിച്ചേച്ചി കഴിഞ്ഞേ ഉള്ള ആരും. ചിഞ്ചിച്ചേച്ചി കഴിഞ്ഞേ ഉള്ള ആരും. നോക്കൂ എന്ത് ഭംഗിയെ കാണാൻ. എനിക്ക് മനസ്സിലായത് പിന്നെ 2026 മെയ്തേടി ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ലേ? ഫ്രം തായ്ലൻഡ്. അപ്പൊ നേരത്തെ വീഡിയോ കോൾ കാണിച്ച അച്ചാച്ചനാണ് ചാച്ചന്റെ ഫേവറേറ്റ് കസിൻ എന്ന് ഞാൻ പറഞ്ഞ ജിക്സൺ അച്ചാച്ചൻ. ആ 2 ആമക്കളുടെ അപ്പനും ഈ പോകുന്ന ആളുടെ ഭർത്താവും. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ടൈമായി. ഞാനപ്പോ അവിടെ എല്ലാം പറഞ്ഞ് പ്ലാനൊക്കെ ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അവര് ശരിക്കും ബില്ല് ചെയ്യാൻ വരുന്ന സമയത്ത് ഇത് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തേ. എന്റെ ചാച്ചന്റെ ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ്. നിന്റെ ബിഗ് ഡേക്ക് ഇട്ടിട്ട് വേണം അടിപൊളിയായിട്ട്. 5 സെക്കൻഡ് ഒരു 5 സെക്കൻഡ് കൊടുക്കണമല്ലേ? അപ്പം ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അതൊക്കെ വ്ളോഗിൽ കണ്ടിട്ട് ബാക്കിയാണ് കേട്ടോ. സോ ബാക്കി ബാലൻസ് എത്തും. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മുടെ അന്നമാണ് നമ്മുടെ ഉന്ന അറിയാവല്ലോ. സാധനം മൊത്തം എടുത്ത് ഇനി സാപ്പിടണം. അപ്പൊ സാപ്പിടാൻ നമുക്ക് പോവാം. അയ്യോ, സാപ്പിടാൻ പോവാം. വണ്ടി പാർക്ക് ചെയ്തത് അപ്പറയാണ്. അപ്പൊ കുട്ടിപ്പട്ടാളത്തെ എല്ലാം കൂട്ടി നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ വന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു. നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ അത്രയും ഇരുന്ന് ടയേർഡൊക്കെ ആയിരുന്നു. ഇവന്റെ ഇരിപ്പ് നോക്കു പാവം. ഇവനാണ് ഗൈസ് ആ മാസ് കളിച്ച് നടന്നത് കണ്ടോ? ഇവന്റെ ഒക്കെ തിരിക്കുന്ന കേട്ടോ. വലിയ ഇവന്റെ ഈ ബാഗിന്റെ അകത്തുള്ള എന്താണെന്നറിയോ? കോടാലിന്റെ ഇല്ല. സാധാരണ പിള്ളേരുടെ ബാഗിന്റെ അകത്ത് എന്തൊക്കെയാ? ഇതെന്താ ഗെയിമിംഗ്? കേട്ടോ, ഒരു കുപ്പി വെള്ളം. വൈബ്സ് ഒക്കെ വേണം. കാരണം അടങ്ങിയിരിക്കുന്ന പറയുന്ന കാര്യം നമ്മുടെ ഡിക്ഷണറിയിലില്ല. കോടാലിത്തൈലും എടുത്ത് അവനെ അറിയത്തുള്ളൂ.
ഇവന്റെ ബാഗിലുള്ള കോടാലിത്തൈല ചീപ്പ് അവന് അതെന്നറിയാ അവൻ ഞങ്ങളുടെ അപ്പച്ചന്റെ വൈബാ അപ്പച്ചൻ വൈബാ അവൻ. സ്പ്രേ, വീണ്ടും ഒരു കോടാലിത്തൈല. ഇതൊക്കെ എങ്ങനെയാണ്? ഇതിനു വേണ്ടി തലവേദനയാണോ നിനക്ക്? പിന്നെ ലോക്ക് ചെയ്തോ. അങ്ങനെ വെളിയിൽ നിന്ന് 20 മിനിറ്റ് വാചകമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറിയിരിക്കാനുള്ള സീറ്റ് കിട്ടി. പിന്നെ ഇത് എങ്ങനെ തരും? ഒരു മനുഷ്യർക്ക് ഞാൻ എന്റെ ലെഗ് പീസ് കൊടുക്കാത്തയാ. ആരെയൊക്കെ ഒരു പൈസ ലെഗ് പീസ് തന്നതിന്റെ കണക്ക് പറച്ചിലാണ് കേട്ടത്. ഞാൻ ഫോണിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ കൂടുതൽ വിവരിക്കാൻ നിന്നില്ല. ഞാൻ അവിടെ ഉള്ളതെല്ലാം എടുത്ത് എന്റെ പാത്രത്തിലോട്ട് ഇടാൻ നോക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ. ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പിള്ളേർ സെറ്റിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ, കാരണം അവരുടെ ബാലൻസും കൂടെ എനിക്ക് തിന്നാൻ കിട്ടുമല്ലോ. സത്യം പറഞ്ഞാൽ രാവിലെ 4 ചപ്പാത്തി 2 മുട്ടയും പിന്നെ 2 വെള്ളരിക്ക കൊത്തിയിട്ടായിരുന്നു മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് കഴിച്ചില്ല. പിന്നെ വരുന്ന വഴിക്ക് ഒരു കരിക്കും 1 ഗ്ലാസ് വെള്ളവും. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചോറും എല്ലാം ഞാൻ അവിടുന്ന് തന്നെ കഴിച്ചു. എന്റെ പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പിള്ളേരുടെ പാത്രത്തിൽ നിന്നും. ഇതിന്റെ ഇടയ്ക്ക് ചാച്ചൻ ഒരു വൃത്തികെട്ട കോമ്പിനേഷൻ ഇട്ട് ബിരിയാണി കഴിച്ചു. വേറൊന്നുമല്ല, ചോറിന്റെ സാമ്പാറും ബിരിയാണിയും. ഓ മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കോമ്പിനേഷൻ ഇപ്പൊ നിങ്ങളെ ലൈവായിട്ട് ചാച്ചൻ തന്നെ കാണിക്കും. എനിക്ക് തോന്നുന്നത് ആലുവയും മത്തിക്കറി ഇതിനേക്കാൾ ഭേദമാണെന്ന് എന്തുകൊണ്ടും. ഇങ്ങനെയൊക്കെയല്ലേ ബ്രോ അലുവയും മത്തിക്കറി എന്ന് പറഞ്ഞ സൂപ്പർ സാധനം. അതുകൊണ്ട് തന്നെ ബിരിയാണി സാമ്പാറും. ഇവൻ ഇത് എന്ത് ജീവിയാന്നോർത്ത ഞാൻ ഈ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുവാണ്. എല്ലാരെയും കൊണ്ട് വീട്ടിലും ഫ്ലാറ്റിലും ഒക്കെ ആക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചോറും വെണ്ടയ്ക്ക ഫ്രൈ, തേങ്ങാ ചമ്മന്തി, നാരങ്ങ അച്ചാറ് വിത്ത് ഡേറ്റ്സ്, പിന്നെ മീന്, അതുപോലെ തന്നെ പിന്നെ ചിക്കൻ ബിരിയാണി, സാലഡ്, അങ്ങനെ ഏതാണ്ടൊക്കെയോ കഴിച്ച് ഞാൻ തല കിറിഞ്ഞിരിക്കുക. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ്. എനിവേസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സക്സസ് ആയിട്ട് നടന്നു. അപ്പം അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ഞങ്ങൾ ഇപ്പോഴേ വിഷൊക്കെ ചെയ്താണ് ഞങ്ങള് കൊടുത്തത്. സോ അതിന് നമ്മുടെ അടുത്ത് ഐഹേല അവര് നല്ല രീതിക്ക് സഹകരിക്കുകയും ചെയ്യും. അതെ, ഐഹ ഡിസൈൻസിൽ അവര് ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്തു. പിന്നെ നല്ല കളക്ഷൻസ് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഐഹേല എന്തായാലും അവിടുന്ന് എടുക്കും. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പം എനിവേസ് കണ്ടിരുന്ന നിങ്ങൾക്കും ഇത്രയും കാണാനായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന എനിക്കും അതെ നമുക്കും എല്ലാവിധ ആശംസകളും. ഇതെന്താന്നറിയോ ഗൈസ്, എല്ലാം കൂടെ കഴിച്ചേ കിളി പോയിരിക്കും. ഇനി വീട്ടിൽ ചെന്നൊരു ഉറങ്ങിയാലേ ശരിയാവത്തുള്ളൂ. പിന്നെ എന്റെ ഹെയർ കണ്ടോ, ഫുള്ള് ഡാമേജ് ആയി കിടക്കും. ഞാനിപ്പോ ഇത് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പം ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഞാനിപ്പോ നിങ്ങളെ വീഡിയോസിലൊക്കെ കാണിക്കുന്നത്. അപ്പം ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഡാമേജ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ ഒത്തിരി മാറ്റം വന്നു. എനിക്ക് നേരത്തെ എനിക്ക് പിടിക്കുമ്പോഴേ ഭയങ്കര ഇതായിരുന്നു. ഇതിലും നല്ല അടിപൊളി കണ്ടന്റ്, നല്ല അടുത്ത ഞാൻ ആലോചിക്കുന്ന അടുത്ത വീഡിയോ എന്തെങ്കിലും ഒരു ഫുഡ് ചലഞ്ച് ചെയ്താലോ എന്നാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് എനിക്ക് കമന്റ് ചെയ്യണം. ഫുഡ് ചലഞ്ച് വേണോ, ലവ് സ്റ്റോറി വേണോ, ഡേ ഇൻ മൈ ലൈഫ് വേണോ എന്നുള്ളത്. അപ്പൊ ഇത് 3-ൽ ഏതാണ് വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.